ഫിനോക്സ് റീബോർഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ആണ് കളിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, വേൾഡ് ലോഡ് ആയിട്ടുണ്ട്. ഒരു വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു വെള്ളത്തിനോട് അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങനെ 17 വുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബേസിക് ടൂൾസ് ഉണ്ടാക്കാം. നമുക്കിനി കുറച്ച് സ്റ്റോൺ ഗ്രൈൻഡ് ചെയ്യും. നമുക്കൊരു 26 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റോൺ റൂട്ട്സിലേക്ക് അപ്ഗ്രേഡ് ആക്കാം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് അയൺ ആർമർ ആവണം, ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം, പിന്നെ കുറച്ച് ഫുഡ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഗോള്. നമുക്ക് പന്നിക്കൊണ്ടില്ല കേവ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള റൂയിൻ ഷിപ്പ്. ചെസ്റ്റ് എടുത്തു. ചെസ്റ്റ് എവിടെ? ചെസ്റ്റ് ആണോ? എല്ലാം യൂസ്ലെസ് തിങ്സ് ആണ്. ഉണ്ട്, ജസ്റ്റ് ഉണ്ടാവില്ലേ? ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. നന്നായി പണി. നമുക്ക് അയൺ കിട്ടുമോ നോക്കാം. ഒരു ആർമർ സെറ്റ് ചെയ്യാൻ കാണുന്നു. കേവ് കയറുന്നത് സേഫല്ല. ഒരടി ഫുഡ് ഒക്കെ നമുക്കൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം, ഷെൽട്ടർ ഉണ്ടാക്കാൻ. എന്നിട്ട് നമുക്ക് ഫുഡ് നല്ല സെറ്റ് ആവണം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലെയിൻസ് ബയോമാണ്. നമുക്ക് ഒരു പ്ലെയിൻസ് പോലത്തെ ഒരു ബയോമുണ്ട്. പ്ലെയിൻസ് തന്നെയാണ്, പ്ലെയിൻസ് ആണ്. നമുക്ക് ഇവിടെ ഒരു ഷെൽട്ടർ സെറ്റ് ചെയ്യാം. അവിടെ ഡെസേർട്ട് ഇവിടെ ഒരു തിരിയില് സെറ്റ്, അതും പുഴയുടെ തീരത്ത് സെറ്റ്. ഇവിടെ നമുക്ക് തറക്കല്ലിടാം. നൈറ്റ് ആവാൻ പോകും. നൈറ്റ് സർവൈവ് ആണ്. ഷീപ്പ് അറിയുന്നുണ്ടാവും. പ്രോപ്പർ മൈനിങ് തലക്കാലം ഷീപ്പാണെങ്കിൽ നമുക്ക് ഇന്നത്തെ രാത്രി സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഷീറ്റും കൂടി കാണാം. 2 ഷീപ്പ്. ഒട്ടും ഭാഗ്യല്ലേ, 2 ഷീപ്പാ. ഒന്നും കൂടി കിട്ടിയെങ്കിൽ വില്ലേജ് ഭാഗ്യമുണ്ട്. വില്ലേജ് കിട്ടി ഗായ്സ്, വില്ലേജ് കിട്ടി. ലെറ്റ്സ് ഗോ ഫോർ ദ വില്ലേജ്. ആയി തുടങ്ങിയിട്ടാ. അത് അത്യാവശ്യം കിട്ടുന്ന വില്ലേജ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത്യാവശ്യം
വില്ലേജ് കിട്ടിയാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ഇവിടെ ബെഡ് ബെഡ് വെർ ഈസ് ദ ബെഡ്. അങ്ങനെ ഡേ 1 തീർന്നിരിക്കുകയാണ്. ഫുഡ് റെഡിയായി. ഫുഡിലെ ഓക്കെ ആയിട്ടുണ്ട്. ഇമ്പ്രൂവ്മെന്റ് വെച്ചണം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പഠിക്കണ്ട. ഇപ്പം ഇവിടെ തൽക്കാലം കൊല്ലണോ? തൽക്കാലം കൊല്ലണ്ട. നമുക്ക് മൈനിങ്ങിന് പോയില്ല. നമ്മൾ ആ വീടുണ്ടാക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്നത്. മാറിയിട്ട് ഇവിടെ ഉണ്ടാക്കണം, ആടി ഉണ്ടാക്കണം, ഇവിടെ ഉണ്ടാക്കാം. അതാകുമ്പോ അത്ര ദൂരം ഓടണ്ടല്ലോ വില്ലേജ്. ഇനി നമുക്ക് മൈനിങ്ങിന് പോവാം. അതിന് മുമ്പ് ആദ്യം ഒരു ചെസ്റ്റ് നോക്കിട്ടെല്ലാം ബഗ്ഗാണോ? ഉണ്ടായിട്ടും ഇത്തിരി തളർന്നു പോകും. I think ബഗ്ഗാണ്. Let's go for mining. അടുത്തൊരു കേവ്. ചെറിയ ബ്ലോസം ട്രീ നമുക്ക് ഇടാനുണ്ട്. നമ്മൾ കുറച്ച് ദൂരം മാറി. ഇതിന്റെ അപ്പുറമാണ് ആ വില്ലേജ്. അവിടെ തന്നെ ചെറിയ ബ്ലോസം ഭയമല്ല ട്രീ. ആടെ ഒരു കേവ് ആണ്. ആടെ പോണോ? അപ്പോൾ ഇവിടെ ആരെങ്കിലും വേറെ കേവ് ഉണ്ടോ? ആരും വേറെ കേവാണ്. നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, കേവല്ലേ? കേവല്ല. കേവ് കിട്ടി. വേറെ ഏതോ എക്സിറ്റിൽ എത്തിയിരുന്നു. ഇതാണോ? ഇതാണ് നേരത്തെ വന്നത്. നമുക്ക് നല്ലൊരു വലിയ കേവ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം അയണുണ്ട്. എല്ലാം എനിക്ക് അയണ് മാത്രം മതി. ഇതോടെ ചോദിച്ച എങ്ങനെയെങ്കിലും സോമ്പ് വരുന്നതിന് ചെത്തണം. 6 കിട്ടിയിട്ടുണ്ട്. വില്ലേജിന്റെ ഭാഗത്തുണ്ട്. ഒറ്റക്കൊരു ചെറിയ ബോസ് നല്ല രസമുണ്ട്. സ്വന്തമായിട്ടൊരു ബെഡ് ഉണ്ട്. നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. നമുക്കൊന്ന് ഈ വീടിന്റെ പണി ഓക്കെ. ഇത്രയും ഏരിയ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കും. ഒരു വില്ലേജ് സ്റ്റൈൽ വീടാണ് ഞാൻ ചെയ്യാൻ.
2,000 years later. ഇതാണ് അപ്പൊ നമ്മളെ ഒരു തട്ടിക്കൂട്ട് വീട്. ഇത് ഡേ 5 നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇങ്ങനെ കമന്റ് ചെയ്യാം. ഇങ്ങനെ ഡേ 6 കിടക്കും. ഓക്കെ, ഇനി നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു അയൺ ആർമർ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോകും. Just miss guys. Just miss. What's the man? Okay, center point. The ജീവൻ അങ്ങനെ നമുക്കൊരു കേവ് കേവ് തന്നെയാണ്. ഒരു ചെറിയ കേവാണ്. കേവിന് ക്രീപ്പർ കണ്ണും കാണും. പോണം. Guys, ഇത്രയും ചെയ്തത് വെച്ചത് ഏകദേശം ഇവിടെ ഇവിടുന്നാണ് ശിഷ്യ. ബൈ ഗൈസ്.